അക്ഷയും ആസിഫും സ്നേഹയുമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ആസിഫെ നാട്ടില് കണ്ണൂരായിരുന്നു. കണ്ണൂരിൽ ഷോർട്ട് ബ്രേക്കിന് ഓണത്തിന് പോയി തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം എന്റെ അടുത്ത് ഒരു ഭയങ്കര അർജന്റ് കാര്യം എന്റെ അടുത്ത് ഇങ്ങനെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരു ഇമേജ് കാണിക്കാം. അദ്ദേഹം ഇത് തന്നെയാണ്, അദ്ദേഹം ആകാശത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഇമേജ് ആണ് എന്നെ കാണിച്ചത്. ഇത് കണ്ടോ, ഈ ഒരു ഇമേജ് കണ്ടോ, ഒരു ലൈൻസ് ആകാശത്തോടെ ഒരു കൂട്ടം ഒരു ചെറിയ നമ്മൾ പറയുന്ന പോലെ എന്താ ഒരു കൊല്ലിയാനൊക്കെ പോകുന്ന പോലെ ഒരു ചെറിയൊരു ലൈൻ, ഒരു മിന്നൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ കാണുന്നത് ആകാശത്ത്. അപ്പൊ ഇതെന്താണ്? ഇത് നമുക്ക് അവിടെ ബീച്ചിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ഇത് എന്താണോ നമ്മൾ ഇത്രയും നാളും കാണാത്തൊരു സംഭവം. ഒരു ഫ്ലൈറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അറിയാം, ഒന്നും മാത്രമേ ഉള്ളൂ. ഇത് കൂട്ടത്തോടൊരു ഫ്ലൈറ്റ് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിനുശേഷം ഞങ്ങൾ ഇതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു പഠനം ഇങ്ങനെ ഓൺലൈൻ വഴിയായിട്ട് നോക്കി. അപ്പൊ ഇത് നോക്കുന്ന സമയത്താണ് ഞാൻ അത് കഴിഞ്ഞ് യൂട്യൂബിലേക്ക് ചെന്ന് കഴിഞ്ഞ് ഞാൻ മറ്റൊരു സംഭവം നോക്കിയപ്പോ ഇത് കണ്ടോ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്സ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ലോകം മുഴുവനായിട്ട് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കുക, ഏകദേശം 100 രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വേഗതയായിട്ടുള്ള ഇന്റർനെറ്റ് സർവീസുകൾ എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഭൂമിക്ക് ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7000-ഓളം വരുന്ന ഒരു സാറ്റലൈറ്റ്സ് ആണ് ഈ സ്പേസ് ലിങ്ക്സിന്റെ ഭാഗം എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഫ്രണ്ട് കണ്ടത് അതാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള ഒരു കാര്യം ഞാൻ നോക്കാനായിട്ട് നേരെ ഞാൻ ഗൂഗിളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സ്റ്റാർലിങ്ക്സ് യുഎയിലും കാണാം. ഈ സ്റ്റാർലിങ്ക്സ് വിസിബിൾ ട്രാക്കർ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ സമയത്ത് വരുമെന്നുള്ള ഒരു കാര്യം ഗൂഗിളിൽ തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അന്നേരം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് എത്രത്തോളം നമ്മുടെ പ്രൈവസിനെ, കാരണം അമേരിക്കയിലുള്ള സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൈവറ്റ് സാറ്റലൈറ്റ് നമ്മുടെ മേലേക്കൂടെ പോയി നമ്മുടെ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. കണ്ണൂര് ഒരു ബീച്ചിന്റെ മേളിൽ വെച്ചാണ് ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് യാദൃശികമായിട്ട് ക്ലിക്ക് ചെയ്ത സമയത്താണ് ഈ ഒരു ഫോട്ടോ. കുറച്ച് സമയം ഉണ്ടായിരുന്നു. അല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ പാസ്സായി പോകുന്ന പോലെ നമുക്കാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡിസപ്പിയർ ആയി പോകും, കാരണം മേഘം വരുന്നതിന്റെ കൂട്ടത്തിൽ. പക്ഷെ ഒന്ന് ആലോചിച്ചു, നമ്മൾ പലപ്പോഴും നമ്മൾ അത്ര കേട്ട് പരിചയമില്ലാത്ത ഒരു സംഭവം ഇദ്ദേഹത്തിന്റെ ക്യാമറയിൽ പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഈ സെയിം സംഭവമാണ് കാണപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും. ഈ സാറ്റലൈറ്റുകളിലൂടെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചിന്താഗതി അത് തുടക്കത്തിലൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഡിയം പോലെയുള്ള കമ്പനികൾ, ഇറിഡിയം എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് പ്രൊവൈഡറാണ്. അവരെ പോലുള്ള കമ്പനികളൊക്കെ ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സാറ്റലൈറ്റുകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഭ്രമണ പഥമുണ്ട്. അതായത് ഒരു 36,000 കിലോമീറ്റർ മുകളിൽ നിന്നുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് അവർ കൊടുക്കുന്നത്. ഇതിന്റെ ഒരു സ്പീഡ് സെറ്റ് ചെയ്തിരിക്കുന്നതും ഭൂമിയുടെ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ അനുസരിച്ചുള്ള അതേ സെയിം വേഗത്തിലാണ്. സോ ദാറ്റ് ഇത് കൃത്യമായിട്ട് ഒരു ഏരിയയിൽ ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ ഇന്റർനെറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആ സമയത്ത് ആക്യുറസി ആൻഡ് അതുപോലെ തന്നെ ഈ സ്പീഡ് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ സമുദ്രത്തിലേക്കൊക്കെ പോകുന്നവരാണെങ്കിലും പലരും നാവിഗേഷനൊക്കെ ഉപയോഗിക്കാറുള്ളത് ഈ ഒരു ഇന്റർനെറ്റിന്റെ സഹായം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതേ സമയത്താണ് ഈ ഒരു ചിന്താഗതിയുമായിട്ട് ഇലോൺ മസ്ക് 2014 ഇദ്ദേഹം രംഗത്ത് വരുന്നത്. പൊതുവെ ഇദ്ദേഹം കൈവച്ചിട്ടില്ലാത്തൊരു മേഖലയായിരുന്നു ഈ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സംവിധാനം എന്ന് പറയുന്നത്. പക്ഷെ സെയിം തിങ് പാരലി സ്പേസ് എക്സ് പോലെയുള്ള ഒരു സംവിധാനത്തിൽ ഇദ്ദേഹം കുറെ അധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ടെലികോം പ്രൊവൈഡേഴ്സിന് ഇത്തരത്തിൽ സാറ്റലൈറ്റുകൾക്ക് അനുമതി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇദ്ദേഹം ആരും അറിയാതെ രഹസ്യമായിട്ട് നോർവേയിൽ നിന്നുകൊണ്ട് നോർവേജിയൻ ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക പദ്ധതി, ഒരു പ്രത്യേക അപേക്ഷ ഇന്റർനാഷണൽ ടെലികോം അതോറിറ്റിക്ക് ഇദ്ദേഹം നൽകുകയുണ്ടായി. അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷനെ വിന്യസിക്കുക എന്നുള്ളൊരു പരിപാടി. അതിനുവേണ്ടി അദ്ദേഹം ഏതാണ്ട് 700ഓളം സാറ്റലൈറ്റുകളുടെ, അതായത് ചെറിയ സാറ്റലൈറ്റുകളുടെ 700ഓളം സാറ്റലൈറ്റുകളുടെ ഒരു കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഇവർ വിക്ഷേപിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റെം ആയിരുന്നു ഒരു പദ്ധതി. അപ്പോ അന്ന് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഭൂമിയിൽ നിന്നും 550 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ്. അതാണ് ഇവരുടെ പ്രത്യേകത. എക്സാക്ട്ലി. അതായത് 36,000 കിലോമീറ്റർ ദൂരെയാണ് മറ്റ് സാറ്റലൈറ്റുകൾ ഇട്ടിരിക്കുന്നത്. ഇത് വെറും 550 കിലോമീറ്റർ ഉയരത്തിലേക്ക് ഇത്തരത്തിൽ സാറ്റലൈറ്റുകൾ വിന്യസിച്ചത് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അന്യഗ്രഹം. ഇത് ശരിക്കും ഈ സ്റ്റാർലിങ്കിന്റെ ഈ ഒരു പേടകങ്ങൾ പോകുന്ന കണ്ടിട്ട് ആദ്യഘട്ടത്തിൽ കുറെ പേര് പറഞ്ഞത് ഏലിയൻ വരുന്നു, ഏലിയൻ ഷിപ്പ് വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു അടിപൊളി കോൺസെപ്റ്റ് ആണ്. കാരണം ഇപ്പൊ ആസിഫ് പറഞ്ഞ ആ ഒരു കിലോമീറ്റർ ഉണ്ടല്ലോ, ആ ഒരു കിലോമീറ്റർ ഡിഫറൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് എവിടെയാണെന്നറിയോ സ്നേഹ? ആസിഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ യുക്രൈൻ വോറിൽ ഇത് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ആർമി ഡിപ്ലോയ് ചെയ്ത് ഇന്റർനെറ്റ് സർവീസിന് വേണ്ടി ഡിപ്ലോയ് ചെയ്ത ഒരു സംവിധാനം ഈ സ്റ്റാർലിങ്ക്സ് ആണ് യൂസ് ചെയ്തത്. പക്ഷെ ആസിഫ് പറഞ്ഞ പോലെ 1980-കളിൽ ആദ്യം ഈ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇറിഡിയം പോലെയാണെങ്കിൽ പല യൂസ് ചെയ്തേക്കുന്നത്. എന്താണെങ്കിലും പറഞ്ഞു വന്നത് നമ്മുടെ കണ്ണൂരും ഒരു സ്വദേശി
പ്രതീക്ഷ ഇതുപോലെ കണ്ടു. അതിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ നമ്മളെല്ലാം കാണിച്ചത്. കാണാൻ വേണ്ടി തുടങ്ങും. അല്ലേ? ഇതൊക്കെ നമ്മൾ യൂസ്ഡ് ആവേണ്ട ഒരു കാര്യമായിരിക്കും. പിന്നെ കുറച്ച് വർഷങ്ങളിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ആകാശത്ത് ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഒരു കാണാനായിട്ട് തരത്തിൽ സാധിക്കും. നല്ലതാണ്, പക്ഷെ അതിന് നേരെ പാരൽ ഒരു തരത്തിൽ എല്ലായിടത്തും നെറ്റിട്ടുണ്ട്. സമുദ്രത്തിലാവട്ടെ, ഓഷനിലാവട്ടെ, മരുഭൂമിയിലാവട്ടെ, എവിടെ പോയാലും നെറ്റുണ്ട്. പക്ഷെ അതിന്റെ പാരൽ അക്ഷയ് പറഞ്ഞ പോലെ പ്രൈവസി ഹനിക്കപ്പെടും എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്.